മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ മേഘനാഥനെ കയറി കാണുന്നുണ്ട്. ആ സമയം അവൻ്റെ അവസ്ഥ കാണുമ്പോൾ മഞ്ജുവിന് ഭയങ്കര സന്തോഷമായിട്ട് മഞ്ജു ലോപ്പസിനോടൊക്കെ പറയുന്നുണ്ട്, ഇനി അവൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ഒന്നിലെ അവൻ ചാവണം, ഇല്ലെങ്കിൽ ചത്തതുപോലെ ഇങ്ങനെ കിടക്കണം. അത് ഞാൻ അവൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. എൻ്റെ കണ്ണേട്ടിനെ അടുത്തേക്കും സമാധാനമായിട്ട് ജീവിക്കാൻ അവൻ ജീവിച്ചിരിക്കുന്നത് ആപത്താണ്. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, അതോർത്ത് മഞ്ജു ടെൻഷൻ ആവണ്ട, എന്തായാലും ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവുമല്ലോ. ഇനി അവനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആദ്യം മാർക്കോയൊന്ന് ഡിസ്ചാർജ് ആയി വരട്ടെ. ഇപ്പം അവൻ മാർക്കോയുടെ അതേ അവസ്ഥയെ തന്നെയാണ് കിടക്കണേ. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാർക്കോയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ അവന് മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അവനൊരു ദുഷ്ടനല്ലേ, അവന് വേണ്ടി ആര് പ്രവർത്തിക്കാനാ? പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം ദുഷ്ടജന്മങ്ങൾ തന്നെയാണ്. അവരുടെ പ്രാർത്ഥനയൊന്നും ഈശ്വരൻ കേൾക്കാൻ പോണില്ല. എന്തായാലും എനിക്ക് പോണ വഴിക്ക് എൻ്റെ തറവാട്ടിലൊന്ന് കയറണം. അവിടെ ഒരുത്തിയെ കൊണ്ടു നിർത്തിയിട്ടുണ്ടല്ലോ കണ്ണേട്ടനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ മേഘൻ്റെ പെങ്ങളെ അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അങ്ങനെ മഞ്ജു ലോപ്പസിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ അനന്തുവിനോടും ലേഖേനോടും മഹാലക്ഷ്മിയോടും ആയിട്ട് അന്ന് പോയപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ മേഘനാഥൻ കാറിൽ കയറ്റി കൊണ്ടുപോയതും മാർക്കോ പുറകെ വന്ന് മാർക്കോയെ ഫോളോ ചെയ്ത് ചെല്ലാൻ പറഞ്ഞതും മേഘൻ കാറിൻ്റെ സ്പീഡ് കൂട്ടിയപ്പം കണ്ണൻ സ്പീഡ് കുറച്ച് പോകുമെന്ന് പറഞ്ഞതും അവനിപ്പോൾ തന്നെ ഞാൻ കൊല്ലാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് മേഘനാണെങ്കിൽ മാർക്കോയുടെ നേരെ കാർ ഓടിച്ച് കയറ്റുന്ന സമയത്ത് കണ്ണൻ വേണ്ടടാന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധിച്ച് കാർ ഓടിച്ച് മാർക്കോയെ ഇടിപ്പിച്ചതും പിന്നീട് കാറിടിച്ച് വീണ മാർക്കോയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുടങ്ങിയപ്പം സർവ്വശക്തിയും എടുത്ത് കണ്ണനാണെങ്കിൽ ഒരു പാറക്കല്ലെടുത്ത് മേഘനാഥൻ്റെ തലയിലേക്ക് ഇട്ട് മാർക്കോയെ രക്ഷപ്പെടുത്തിയതും പിന്നീട് മേഘനാഥനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവനക്കൊരു പുരോഗതി ഉണ്ടാവില്ല, ഇനി എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല എന്ന് തന്നെ പറഞ്ഞത്. ആ സമയം ആനന്ദ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവനക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നടന്ന വിവരം അവൻ എല്ലാവരോടും പറയില്ലേ എന്ന് ചോദിക്കുമ്പം അതിലെന്താ സംശയം, അവൻ ഉറപ്പായിട്ടും പറയും. ഇനിയിപ്പോൾ അവനത് മറച്ചു വയ്ക്കുമെന്നും അറിയില്ല, കാരണം ഞാൻ നടന്നു തുടങ്ങിയെന്ന് അവനെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആനന്ദ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അവൻ അറിഞ്ഞ്, ഇനിയിപ്പോൾ ആ ഗുണ്ടയ്ക്ക് എങ്ങാനും ബോധം വന്നോ എന്ന് ചോദിക്കുമ്പം എനിക്കും ആ ഒരു സംശയമുണ്ട്. ഞാനത് ലോപ്പസിനോട് പറഞ്ഞപ്പോൾ ലോപ്പസും പറഞ്ഞത് ആ ഗുണ്ടയ്ക്ക് സംസാരിക്കാൻ പറ്റിക്കാണും, അങ്ങനെയായിരിക്കും ഈ മേഘന ആ കാര്യങ്ങൾ അറിഞ്ഞതെന്ന്. എന്തായാലും ആ ഗുണ്ടേനെയും അവൻ്റെ കൂട്ടുകാരനെയും പോയി കാണാമെന്ന് ലോപ്പസ് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് ആസ്പത്രിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതനുസരിച്ച് മാർക്കോയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് മാർക്കോയോട് സംസാരിക്കാനായിട്ട് ആ ഒരു എസ് ഐ വരുന്നുണ്ട്. മാർക്കോയുടെയൊക്കെ കൂട്ടുകാരനായിട്ടുള്ള ആ എസ് ഐ തന്നെയാണ് മാർക്കോയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ മാർക്കോയെ കണ്ട് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇതെന്നെ മേഘൻ മനഃപൂർവ്വം വണ്ടി ഇടിച്ച് വീഴ്ത്തിയതാ സാറേന്ന്. ആ സമയത്ത് ആരാ കൂടി ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പം കണ്ണൻ സാർ ഉണ്ടായിരുന്നു. മേഘനും കണ്ണൻ സാറും കൂടി പോയിക്കൊണ്ടിരുന്നപ്പം ഞാനാണ് അവരെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞത്. അതെന്തിനാ മാർക്കോ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആ മേഘൻ കണ്ണൻ സാറിനെ കൊല്ലാൻ കൊണ്ടുപോയതാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറേ അവനിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന്. അവൻ എൻ്റെ ബൈക്കിലേക്ക് കാറ് കൊടുന്ന് ഓടിച്ച് കയറ്റി, പിന്നെ കണ്ണൻ സാറുണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കണമെന്ന്. ആ സമയത്ത് ആ എസ് ഐ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് കണ്ണൻ സാറ് വീൽ ചെയറിലല്ലേ എന്ന് ചോദിക്കുമ്പം അതൊരു വേറെ കാര്യം സാറേ, കണ്ണൻ സാറ് എഴുന്നേറ്റ് നടന്നു തുടങ്ങി. പിന്നെ എന്തിനാണ് കണ്ണൻ ഇപ്പോഴും വീൽ ചെയറിൽ ഇരിക്കണേന്ന് ചോദിക്കുമ്പം അത് ശത്രുക്കൾ കണ്ണൻ സാറിനെ അപായപ്പെടുത്തുമെന്ന് പേടിച്ചിട്ടാ. ഈ മേഘനൊക്കെ കണ്ണൻ സാറിൻ്റെ സ്വത്തിന് വേണ്ടിയല്ലേ നടക്കണേ. അപ്പോൾ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അടങ്ങിയിരിക്കില്ല, കണ്ണൻ സാറിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ നോക്കും. അതുകൊണ്ട് അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണൻ സാറ് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേ. എന്തായാലും മേഘൻ്റെ പേരിൽ കേസെടുക്കണം സാറേന്ന്. ആ സമയത്ത് എസ് ഐ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കണ്ണനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി എന്തായാലും ആ മേഘനാഥനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പോൾ പല പ്രാവശ്യമായി അവന് നമ്മൾ താക്കീത് കൊടുത്ത് വരണമെന്നും പറഞ്ഞ് എസ് ഐ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും ദുർഗേനെയും സ്വാധീനയൊക്കെയാണ്. ഈ കരുണ ദുർഗയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലം സ്വാധീനം അറിയിക്കേണ്ടതെന്ന്. എന്നാലും കരുണ തന്നെ സ്വാതിയോട് പറയുന്നുണ്ട്, മേഘേട്ടന് എന്തോ ഒരു ചെറിയ അപകടം പറ്റിയെന്ന് പറയണേ കേട്ടു. ആ സമയത്ത് സ്വാതി ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല മോളെ, എന്തോ ചെറിയൊരു അപകടം പറ്റിയെന്നാണ് പറഞ്ഞത്. എന്തായാലും മേടത്തി ആസ്പത്രിയിലുണ്ട്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറയണു.
ആ സമയത്ത് നമ്മുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജുവിനെ കണ്ടതും ദുർഗയ്ക്കും കരുണയ്ക്കും സ്വാതിക്കൊന്നും ഇഷ്ടപ്പെടണില്ല. എന്നിട്ട് ദുർഗ മഞ്ജു അങ്ങോട്ട് കയറി വന്നതും നീ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നെ, നീ പോയടി ഇവിടുന്ന്, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം അതിനെനിക്ക് അമ്മയുടെ അനുവാദം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇറങ്ങി പോയിക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി ശരിയാക്കുമെന്നും പറഞ്ഞ് ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ തല്ലാനായിട്ട് കയ്യോ അങ്ങനെ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ ഈ വീട് നിങ്ങളുടെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീടായിരിക്കണം. ഇത് രണ്ടും അല്ലല്ലോ, ഇതെൻ്റെ കണ്ണേട്ടൻ്റെ വീടല്ലേ, അതുകൊണ്ട് തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള പവർ നിങ്ങൾക്ക് ആർക്കുമില്ല. ആ സമയത്ത് ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് ഞങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ കളഞ്ഞിട്ട് പോയതല്ലേടി, പിന്നെ ഇതിനിപ്പോൾ നാണം കെട്ടിങ്ങോട്ട് വന്നേ, ഒരുത്തി ഉണ്ടല്ലോ നിൻ്റെ ഏടത്തിന്ന് പറഞ്ഞുകൊണ്ട് നടന്നവൾ, അവൾ കണ്ണനെയും ചതച്ചിട്ട് ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഏടത്തി ചതച്ചോ ഇല്ല എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാനിപ്പോൾ വന്നതൊരു കാര്യം പറയാനാ, അമ്മ എന്തിനാ ഈ സ്വാതിയെ ഇവിടുത്തെ കയറ്റി താമസിപ്പിച്ചേക്കണേന്ന്. ആ സമയത്ത് ഈ ദുർഗ പറയുന്നുണ്ട്, അതിന് നിനക്കെന്താടി പ്രശ്നം, കണ്ണന് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണേട്ടനൊക്കെ അറിയില്ലല്ലോ നിങ്ങളുടെ ഉള്ളിലെ ചതി, ഇവളെ കണ്ണേട്ടനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ആ സ്വത്തൊക്കെ മേഘനും അമ്മാവനക്കും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവളെ ഇവിടെ കൊടുന്ന് നിർത്തിയേക്കണം, അതൊരിക്കലും നടക്കാൻ പോണില്ല. കണ്ണേട്ടൻ വേറെ ആരെ വിവാഹം കഴിച്ചാലും ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് സ്വാതി ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ണേട്ടൻ വിവാഹം കഴിക്കണേന് നിനക്കെന്താ പ്രശ്നം, നീ അല്ലെങ്കിൽ തന്നെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ടെന്ന് വെച്ച് പോയതല്ലേ, ഇപ്പോൾ കണ്ണേട്ടനെ ചതിച്ച ആ മഹാലക്ഷ്മി ആയിട്ടല്ലേ നിൻ്റെ കൂട്ടുകെട്ട്, ഞങ്ങളത് അറിയില്ല എന്നാണോ നീ വിചാരിച്ചത്, കരുണയുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞായിരുന്നു അമ്പലത്തിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും കണ്ടു എന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ഏടത്തിയുടെ കൂടെ പോയതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നുള്ള ബന്ധം വെച്ചല്ല മഹാലക്ഷ്മിയുടെ കൂടെ പോയത്, ഞാൻ മഹാലക്ഷ്മിയുടെ കമ്പനിയിലുള്ള സ്റ്റാഫാണ്, അതുകൊണ്ട് മഹാലക്ഷ്മി അവിടെ പോയാലും എന്നെ വിളിച്ചാൽ എനിക്ക് കൂടെ പോകേണ്ടി വരുമെന്ന്. ആ സമയത്ത് കാരണം പറയുന്നുണ്ട്, അവൾക്ക് എങ്ങനെയാണ് ആ കമ്പനി കിട്ടിയത്, അവൾ കണ്ണേട്ടനെ ചതിച്ചുണ്ടാക്കിയതല്ലേ. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, കരുണേടത്തിയും ഈ പറയുന്ന അമ്മയും സാദിയും എല്ലാവരും നല്ലവരാണല്ലോ, നിങ്ങൾ ആരെയും ചതിക്കാറില്ല, എത്ര പ്രാവശ്യം ഏടത്തി മരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചേക്കണു, എന്നിട്ട് നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാണ് ശരിക്കും വന്നേന്ന് ചോദിക്കുമ്പം സ്വാതിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോളണമെന്ന് പറയാനാണ് ഞാൻ വന്നേന്ന് പറയുന്നു. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാനൊന്നും നിൽക്കണ്ട, ഇതിനു മുമ്പ് കണ്ണേട്ടനെ വിവാഹം കഴിക്കാനൊരു അവസരം ഇവർക്ക് കിട്ടിയതല്ലേ, അന്ന് ഇവള് കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലല്ലോ, വീൽ ചെയറിലിരിക്കുന്ന കണ്ണേട്ടനെ ഇവൾക്ക് പുച്ഛമല്ലായിരുന്നോ, ഇപ്പം പിന്നെ പെട്ടെന്ന് ഇവൾക്ക് കണ്ണേട്ടനോടൊരു പ്രണയം വന്നേ എവിടെന്നാ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മി ചതിച്ചു എന്ന് പറഞ്ഞപ്പം മോൾക്ക് കണ്ണനോടൊരു സ്നേഹം തോന്നി, അതുകൊണ്ടാണ് മോളിപ്പോൾ കണ്ണനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. അതുമാത്രമല്ല കണ്ണനും സ്വാതിയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തുകയും ചെയ്യും, അത് നിനക്ക് തടയാനൊന്നും പറ്റില്ല, കണ്ണൻ ഇനി ഞങ്ങൾ പറയും പോലെ കേൾക്കുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനെ കാണാനായിട്ട് സീമന്തിനി കയറി വരുന്നുണ്ട്. ആ സമയത്ത് സീമന്തിനി മേഘ എന്ന് വിളിക്കുമ്പം മേഘനാഥനെ കാണെങ്കിൽ യാതൊരു അനക്കമില്ല. അത് കണ്ടിട്ട് സീമന്തിനി പറയുന്നുണ്ട്, എന്ത് പറ്റിയോ എൻ്റെ മേഘന്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അച്ഛനോടും മോനോടും ആവശ്യമില്ലാത്തതിനൊന്നും പോകണ്ടാന്ന്. ഇപ്പം എന്തായി, അച്ഛൻ വീൽ ചെയറിലായുള്ളൂ, മോനിപ്പോൾ കെട്ടുന്ന കിടപ്പായി, ഇനി ഈ കിടപ്പിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, അഥവാ രക്ഷപ്പെട്ടാലും ആ മാർക്കോയെ വണ്ടി ഇടിപ്പിച്ചത് കൊണ്ട് ആ മാർക്കോ ഇവന് വെറുതെ വിടുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് സീമന്തിനി ഇറങ്ങി വന്നതും നമ്മുടെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം മേഘന എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ചൊരു മാറ്റമില്ല, പിന്നെ നമ്മളുടെ കയ്യിലല്ലോ ഇതൊന്നും ഇരിക്കണത്, ദൈവങ്ങളുടെ കയ്യിലല്ലേ, അതുകൊണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളാൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലോപ്പസിനെയാണ്. ലോപ്പസാണെങ്കിൽ ഈ മാർക്കോയൊക്കെ കൊല്ലാനായിട്ട് പോയിരുന്ന ആ ഒരു ഗുണ്ടയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ടയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഗുണ്ട ഇപ്പോൾ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചികിത്സയിലുണ്ടെന്ന്. അങ്ങനെ നേരെ ലോപ്പസൊക്കെ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തൻ ചികിത്സയ്ക്ക് വന്നിട്ടില്ലേ, അവനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്. ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ലോപ്പസെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവനാണോ എന്ന് അറിയണം കണ്ണൻ സാറ് നടന്ന കാര്യം ആ മേഘനോട് പറഞ്ഞത്, എന്തായാലും അവന് വെറുതെ വിടാൻ പറ്റില്ല. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അവന് അവിടെ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടിട്ട് പോരേന്ന്. അങ്ങനെ ലോപ്പസ് ആ ഗുണ്ടയുടെ കൂടെ നിൽക്കണവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഈ കണ്ണൻ സാറ് നടന്ന കാര്യം മേഘനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇല്ല ലോപ്പസെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, മര്യാദക്ക് സത്യം പറഞ്ഞു എന്ന് പറയുമ്പം ഓവാ ഞങ്ങളാ പറഞ്ഞത്, ആ മേഘനയും കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു, അണ്ണനെ എപ്പോഴും വന്ന് ഉപദ്രവിക്കുമായിരുന്നു, അങ്ങനെ രക്ഷയില്ലാണ്ടായപ്പോഴാണ് അണ്ണനെ എഴുതി കാണിച്ചത് കണ്ണൻ സാറ് നടക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയുടെ ഒച്ച കേട്ടതും ലേഖ വന്ന് ഡോറ് തുറന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ പോലീസല്ല വന്നേക്കണേന്ന്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് എന്തിനാ പോലീസ് വന്നേന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ അനന്തോട്ട, എന്തായാലും അനന്തോട്ടനെ ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ അനന്ത് ഇറങ്ങി വന്നതും പോലീസുകാരാണെങ്കിൽ
കണ്ണൻ ഇവിടെ ഇല്ലേ, ഞങ്ങൾ കണ്ണനെ കാണാൻ വന്നതെന്ന് പറയുന്ന സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ പ്രശ്നം, കണ്ണനെ കാണണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ആദ്യം കണ്ണനെ കണ്ട് എന്നിട്ട് കാര്യം പറയാമെന്ന് പറയണം. അങ്ങനെ പോലീസുകാർ അകത്തേക്ക് എറിഞ്ഞിട്ട് കണ്ണനോട് പറയുന്നുണ്ട് ഈ മാർക്കോയ്ക്ക് പറ്റിയ അപകടം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അന്നേരം മേഘൻ്റെ കൂടെ കണ്ണനും ഉണ്ടായിരുന്നില്ലേ, ആ ആക്സിഡൻറ്റിന് ശേഷം മേഘൻ മാർക്കോയെ കൊല്ലാൻ നോക്കിയപ്പോൾ കണ്ണൻ ഒരു പാറക്കല്ല അവൻ്റെ തലയിലേക്ക് എടുത്തിട്ടിട്ടല്ലേ മാർക്കോയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, സാറൊക്കെ എങ്ങനെ ഇത് അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളോട് ഇത് പറഞ്ഞത് ദൃക്സാക്ഷി തന്നെയാണ്. ആ സമയത്ത് ഈ കണ്ണനാണെങ്കിൽ ഞെട്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മേഘനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെങ്ങാനും കണ്ണനകത്ത് പോകുമെന്ന് ഓർത്ത് മഹാലക്ഷ്മി, അനന്തു, ലേഹി അതുപോലെ തന്നെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ എസ് ഐ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതൊന്നും ഞാൻ കേസാക്കണില്ല. കണ്ണൻ മേഘനെ കൊല്ലാൻ നോക്കിയതൊന്നും കേസല്ല, പക്ഷേ മാർക്കോയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതിന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ മേഘനാഥനെ ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മാർക്കോയുടെയും ഒക്കെ നേരെ അവൻ വധശ്രമത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് ശരിയാ സാറേ, ഇനിയും അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. ആ സമയം എസ് ഐ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം അവനെ പൂട്ടിയിരിക്കുമെന്ന്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.